മനോഹരമായ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ 3 ശിഷ്യന്മാരെ ഒരു നാട്ടിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. അന്ന ഈസാ അർസല ഇലാ ഖറിയതി അൻത്വാഖിയ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം തന്റെ 2 ശിഷ്യന്മാരെ പറഞ്ഞേക്കുന്നുണ്ട്. അങ്ങനെ 2 ശിഷ്യന്മാരും ആ നാട്ടിലെത്തി, അൻത്വാഖിയയിലെത്തി. ഫലഖിയ ശൈഖൻ യർആ ഗുനൈമാതില്ല. ഒരു വയസ്സനായ ഒരാൾ ആ നാട്ടിൽ ആട് മേച്ച് ഇങ്ങനെ നടക്കുകയാണ്. വഹുവ ഹബീബുൻ നജ്ജാർ, അദ്ദേഹത്തിന്റെ പേരാണ് ഹബീബുൻ നജ്ജാർ സ്വാഹിബു യാസീൻ. ഫദഅഊഹു ഇലല്ലാഹ്. ആദ്യമായി ഒരു വയസ്സനെ കണ്ടപ്പോ ഈസാ നബിയുടെ 2 ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരണം. നഹ്നു റസൂല ഈസാ, ഞങ്ങൾ ഈസാ നബിയുടെ ശിഷ്യന്മാരാണ്. അല്ല, അതിന് തെളിവെന്താ? എല്ലാത്തിനും തെളിവാണല്ലോ. നിങ്ങൾ ഈസാ നബിയുടെ ശിഷ്യനാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദൂതനാണ് എന്നതിന്റെ തെളിവെന്താ? വ്യക്തമായ ഒരു തെളിവ് കൊണ്ടുവന്നാൽ ഞാൻ വിശ്വസിക്കാം. അവര് പറഞ്ഞു, നഹ്നു നശ്ഫിൽ മർളാ, രോഗികളെ ഞങ്ങൾ ശിഫ നൽകും. ഏത് രോഗിയാണെങ്കിലും ഞങ്ങൾ ശിഫ നൽകും. അദ്ദേഹത്തിന് ഒരു ഭ്രാന്തനായ രോഗിയായ വർഷങ്ങളായി കിടപ്പിലായ ഒരു മകനുണ്ടായിരുന്നു. എന്നാൽ എന്റെ വീട്ടിലേക്കൊന്ന് വരണം, എന്റെ വീട്ടിൽ രോഗിയായി കിടക്കുന്ന ഒരു മകനുണ്ട്, അവനൊന്ന് നിങ്ങൾ ശിഫപ്പെടുത്തി തരാൻ പറ്റുമോ? എന്നാ പോയി നോക്കാം. അങ്ങനെ പോയി രോഗിയായി വർഷങ്ങളായി കിടന്ന കിടപ്പിലുള്ള മകന്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ തടവിക്കൊടുത്തു. അല്ലാഹുവിന്റെ സമ്മതത്തോടെ ആ കുഞ്ഞുമോൻ ആരോഗ്യത്തോടെ എണീക്കുകയാണ്, ആരോഗ്യത്തോടെ ഉണരുകയാണ്. അപ്പോഴേക്കും അയാൾ വിശ്വസിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് വിശ്വസിച്ചു. പിന്നെ ഇങ്ങനെ നാട്ടിൽ അത്ഭുതം കാണിച്ചുകൊണ്ട് ഇവരിങ്ങനെ നടക്കുകയാണ്. അങ്ങനെയാണ് രാജാവിന്റെ അടുത്തേക്ക് വിവരമെത്തുന്നത്. 2 പേരെയും രാജാവ് വിളിച്ചു കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. നിങ്ങളാരാ? ഈസാ നബിയുടെ ശിഷ്യന്മാരാണ്. എന്താണ് തെളിവ്? നുബുരിഉൽ അക്മഹ, കണ്ണുപൊട്ടന്മാർക്ക് കാഴ്ച ശക്തി ഞങ്ങൾ നൽകും. വനുബുരിഉൽ മരീൽ, രോഗികൾക്ക് ശിഫ നൽകും. ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ സമ്മതത്തോടെ. കണ്ണുപൊട്ടന്മാർക്ക് കാഴ്ചശക്തി, രോഗികൾക്ക് ശിഫ, അത് ഞങ്ങൾ അള്ളാഹുവിന്റെ സമ്മതത്തോടെ നൽകും. പക്ഷേ നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. രാജാവിന് ഇത് ഇഷ്ടപ്പെട്ടില്ല, ജയിലിലടച്ചു, 2 പേരെയും ശിക്ഷിച്ചു. അപ്പോഴാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം 3-മതായ ഒരാളെ, ശംഊൻ എന്ന് പറയുന്ന 3-മതൊരാളെ പറഞ്ഞേക്കുന്നത്. അയാൾ നാട്ടിലേക്ക് എത്തി, നാട്ടുകാരോട് സംസാരിച്ചു. കൊട്ടാരത്തിന്റെ അടുത്തെത്തി, രാജാവുമായി ബന്ധം വെച്ചു. രാജാവിന്റെ ഒരു സേവകനായി ഒരുപാട് കാലം ജോലി ചെയ്തിട്ട് രാജാവിന്റെ പ്രീതി കരസ്ഥമാക്കിയ ശേഷം രാജാവിനോട് ചോദിക്കുകയാണ്, അല്ലയോ മഹാരാജാവേ, നിങ്ങൾ 2 പേരെ ബന്ദിയാക്കിയിട്ടുണ്ടല്ലോ, എന്താണ് കാരണം? അവരാരാ? രാജാവ് പറഞ്ഞു, അവർ ഇന്ന ആളുകളാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ബഹുദൈവ വിശ്വാസത്തെ എതിർക്കുകയും അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയുകയും ചെയ്ത ആളാണ്. എന്നാൽ അവരൊന്നും നമ്മൾക്ക് വിളിച്ചിട്ട് സംസാരിക്കുകയല്ലേ, എന്ന് നമ്മൾക്ക് നോക്കാം. അങ്ങനെ 2 പേരെയും വിളിച്ചു. 3-മനായി ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞയച്ച ശിഷ്യൻ ജയിലിലടച്ചിരിക്കുന്ന 2 പേരോട് ചോദിച്ചു, മാ ബുർഹാനുകുമാ, നിങ്ങളുടെ തെളിവെന്താ? അവര് പറഞ്ഞു, കണ്ണ് പൊട്ടന്മാർക്ക് ഞങ്ങൾ കാഴ്ചശക്തി നൽകും, വെള്ളപ്പാണ്ടുകാർക്ക് ഞങ്ങൾ ശിഫ നൽകും, കണ്ണില്ലാത്ത ആളുകൾക്ക് രോഗികൾക്ക് ശിഫ നൽകും, കണ്ണില്ലാത്ത ആളുകൾക്ക് കണ്ണ് നൽകും. അപ്പോഴാണ് രാജാവ് പറഞ്ഞത്, കണ്ണില്ലാത്ത ഒരാൾ ഇവിടെയുണ്ട്, അവർക്ക് കണ്ണ് നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? കണ്ണില്ലാത്ത ഒരാൾ, കണ്ണിന് കാഴ്ചയില്ല എന്നല്ല, കണ്ണേ ഇല്ല. ഇവിടെ കണ്ണിന് പകരം ഇറച്ചി കഷ്ണമാണ്, ഇങ്ങനെ ഫ്ലാറ്റായി നെറ്റി മുതൽ മൂക്ക് വരെ ഇങ്ങനെ ഫ്ലാറ്റായി കിടക്കുന്ന ഒരു ബോഡി. ദജ്ജാൽ എങ്ങനെയാണ്? ദജ്ജാലിന് ഒരു കണ്ണേ ഉണ്ടാവുള്ളൂ, മറ്റൊരു കണ്ണിങ്ങനെ ഫ്ലാറ്റായി കിടക്കും. അവിടെ കണ്ണില്ല, കാഴ്ചശക്തി ഇല്ല എന്നല്ല, കണ്ണേ ഇല്ല. ഇവിടെ കണ്ണില്ലെങ്കിൽ എങ്ങനെയായിരിക്കും? അതുപോലെ ഒറ്റ കണ്ണനാ ദജ്ജാൽ. ഇതേപോലെ 2 കണ്ണില്ലാത്ത ഒരാൾ ഇവിടെയുണ്ട്, നിങ്ങൾക്ക് ശിഫ നൽകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, കൊണ്ടുവരൂ. അവര് പറഞ്ഞു, കൊണ്ടുവരൂ. കൊണ്ടുവന്നു. ഫദഉ റബ്ബഹുമാ, അല്ലാഹുവിനോട് ദുആ ചെയ്തു. അപ്പോഴേക്കും ആ കവിൾത്തടങ്ങളിൽ കണ്ണുപോലെ ആകൃതിയുള്ള ഒരു കണ്ണിന്റെ ആകൃതിയുള്ള രൂപം ഇങ്ങനെ പൊട്ടിവിടർന്നു വന്നു. ഒരു പിടി ചെറിയൊരു മണ്ണിന്റെ ഉരുളയെടുത്തു, ആ ഭാഗത്ത് വെച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ നല്ല കാഴ്ചശക്തിയുള്ള 2 കണ്ണുകളായി ഇത് മാറുകയാണ്. കാഴ്ചശക്തിയുള്ള കണ്ണുകളായി മാറാണ്. ഇത് കണ്ടപ്പോ രാജാവിന് അത്ഭുതം. അല്ലാഹുവേ, ഇങ്ങനെയുണ്ടോ?
ഇങ്ങനെയുമുണ്ടോ? രാജാവ് പറഞ്ഞു, ഇന്നഹാ ഹുനാ ഗുലാമാ, ഇവിടെ ഒരു അടിമയുണ്ട്, ഒരു കുഞ്ഞുമോനുണ്ട്. 7 ദിവസമായി മരിച്ചു പോയിട്ട് ആ കുഞ്ഞിന്റെ പിതാവ് എവിടെയോ പോയി കിടക്കുകയാണ്. ആ പിതാവ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, കാത്തിരിക്കുകയാണ്. അങ്ങനൊരു കുഞ്ഞിവിടെയുണ്ട്. നിങ്ങളല്ല പറഞ്ഞത് നുഹയിൽ മൗതാ, മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? ആ മരിച്ച കുഞ്ഞിന് ജീവൻ നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് കൊണ്ടുവരൂ കുഞ്ഞിനെ, കൊണ്ടുവരൂ കുഞ്ഞിനെ. അപ്പോഴേക്കും ആ കുഞ്ഞിനെ കൊണ്ടുവന്നു. എല്ലാവരും രണ്ടുപേരും ദുആ ചെയ്തു. രാജാവിന്റെ സേവകനായ മൂന്നാമത്തെ ശംഊൻ രഹസ്യമായി അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ വഷളാക്കല്ലേ, അല്ലാഹുവേ ഇൻസൾട്ട് ചെയ്യല്ലേ, അല്ലാഹുവേ മരിച്ചുപോയ ആളുകൾക്ക് ജീവൻ നൽകണേ അല്ലാ. അപ്പോഴേക്കും 7 ദിവസമായി മരിച്ചുപോയ കുഞ്ഞ് ജീവനോട് തിരിച്ചു വരികയാണ്. എന്നിട്ട് കുഞ്ഞ് വഅദ് പറയാൻ തുടങ്ങി. ജീവനോട് എണീറ്റിട്ട് കുഞ്ഞ് വഅദ് പറയാൻ തുടങ്ങി. ഇന്നി മുത്തു മുൻദു 7 അയ്യാം, 7 ദിവസമായി ഞാൻ മരിച്ച ഉടനെ ഞാൻ പോയത് നരകത്തിന്റെ അടിത്തട്ടിലേക്കാണ്. കാരണം ഞാനൊരു മുശ്രിക്കാണല്ലോ, മുസ്ലിം അല്ലല്ലോ. ഞാൻ നരകത്തിൽ ഇരിക്കുമ്പോഴാണ് ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടുന്നത്. സുന്ദരനായ, സുമുഖനായ, മനോഹരമായ മുഖമുള്ള ഒരാൾ എനിക്ക് അവിടെ കാണാനിടയായി. അയാൾ അല്ലാഹുവിനോട് ഇവിടെയുള്ള 3 പേർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നുണ്ട്. ഈ 3 പേരുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ അല്ലാഹുവിനോട് പറയുന്നുണ്ട്. അതാരാണെന്നറിയോ? അതാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം ഒരു ആകാശത്തിന്റെ കവാടം തുറക്കപ്പെട്ടു. ഞാൻ നോക്കുമ്പോൾ സുന്ദരനായ, സുമുഖനായ ഒരാൾ. ഇവിടെ ഇരിക്കുന്ന 3 ആളുകൾക്ക് അല്ലാഹുവേ, അല്ലാഹുവേ അവരുടെ പ്രാർത്ഥന തള്ളിക്കളയല്ലേ, അവരുടെ ദുആഇനെ നീ അവഗണിക്കല്ലേ എന്ന് അല്ലാഹുവിനോട് ശുപാർശ ചെയ്യുന്നത് കാണാനിടയായി. പിന്നെ ഈ 3 ആളുകളെ ഞാൻ കണ്ടു. ഹത്താ അഹ്യാനില്ലാ, ഞാൻ ഉടനെ എനിക്ക് അല്ലാഹു ജീവൻ നൽകി. ഞാനിപ്പോൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. അതേപോലെ ഈസാ നബി അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നു. ഈ 3 പേരും ഈസാ നബിയുടെ ദൂതന്മാരാണെന്നും വിശ്വസിക്കുന്നു. അപ്പോഴാണ് രാജാവ് ചോദിക്കുന്നത്, തന്റെ സേവകനായ ശംഊൻ ഇയാളും അവരിൽ പെട്ടവനാണോ? അപ്പോഴാണ് കുഞ്ഞ് പറഞ്ഞത്, ഇയാളിൽ പെട്ടവനെന്ന് മാത്രമല്ല ഇവരുടെ നേതാവാണ് ഈ ശംഊൻ എന്ന് പറഞ്ഞപ്പോ രാജാവ് അവരെ കൊണ്ട് വിശ്വസിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവരെന്താ പറഞ്ഞത്? മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുമെന്നാണ്. മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുന്നത് അല്ലാഹുവല്ലേ, എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നത്? ഇവരെന്താണ് പറഞ്ഞത്? കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് കണ്ണിന്റെ കാഴ്ചശക്തി നൽകുമല്ലേ, അത് അല്ലാഹുവല്ലേ നൽകുന്നത്? എങ്ങനെയാണ് ഒരു മനുഷ്യന് കഴിയുന്നത്? രോഗികൾക്ക് ശിഫ നൽകുമെന്നല്ലേ പറഞ്ഞത്? അത് അല്ലാഹു ചെയ്യേണ്ട കാര്യമല്ല, പിന്നെ എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്? ഈ ഒരു വിശ്വാസമാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. മഹാനായ മുഹിയുദ്ദീൻ ഷേഖ് സഹായിക്കുമെന്ന് പറയുമ്പോ, മഹാനായ അജ്മീർ ഷേഖ് സഹായിക്കുമെന്ന് പറയുമ്പോ, അല്ലാഹുവിന്റെ ഹബീബ് സഹായിക്കുമെന്ന് പറയുമ്പോ, സ്വഹാബാക്കള് സഹായിക്കുമെന്ന് പറയുമ്പോ, ഔലിയാക്കള് സഹായിക്കുമെന്ന് പറയുമ്പോ, ഇവര് പറഞ്ഞതുപോലെ അവര് ഡയറക്റ്റ് സഹായിക്കുമെന്നല്ല. ഇവരെന്താണ് പറഞ്ഞത്? അന ഉഹയിൽ മൗതാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ സമ്മതത്തോടെ ഞങ്ങൾ ജീവിപ്പിക്കുമെന്നാണ്. ആ ഒരു വിശ്വാസമാണ് സുന്നത്ത് ജമാഅത്തിനുള്ളത്. മുഹിയുദ്ദീൻ ഷേഖ് സഹായിക്കുന്നത് ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ സഹായത്തോടെയാണ്, സ്വന്തമായിട്ടുള്ള സഹായമല്ല. മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു സഹായിക്കുമെന്ന് സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്നത് അവരുടെ കഴിവല്ല, ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ കഴിവ് കൊണ്ട്, അല്ലാഹുവിന്റെ സമ്മതത്തോടെ. നിങ്ങൾക്കൊക്കെ അറിയുന്ന സംഭവമാണല്ലോ. സാന്ദർഭികമായി ഞാൻ ഉണർത്തട്ടെ. മഹാനായ ശംസുൽ ഉലമയോട്, മഹാനായ ശംസുൽ ഉലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് 40 വർഷക്കാലം നേതൃത്വം നൽകിയ, ഈ കേരളത്തിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റിമറിച്ച സമർത്ഥനായ സൂഫി വൈദ്യനാണ്. അദ്ദേഹത്തിന് അറിയാത്ത ഭാഷയില്ല, അദ്ദേഹത്തിന് അറിയാത്ത ലാംഗ്വേജ് ഇല്ല. എല്ലാ വിഷയങ്ങളിലും അഗ്രഗണ്യനായ ഒരു പണ്ഡിത തേജസ്സാണ് മഹാനായ ശംസുൽ ഉലമ. പാതിരിയുമായി സംവാദം നടക്കുമ്പോഴാണ് പാതിരി ചോദിക്കുന്നത്, നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടില്ലേ, ബനൂ ഇസ്രായേലിലെ മൂസാ നബിയുടെയും ഈസാ നബിയുടെയും പോലെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ, നിങ്ങളുടെ പ്രവാചകന്റെ, നിങ്ങളുടെ സമുദായത്തിലെ ആലിമീങ്ങൾ മൂസാ നബിക്ക് തുല്യനാണ്, ഈസാ നബിക്ക് തുല്യനാണ്.
തുല്യരാണ്. അതേപോലെ ബനൂ ഇസ്രായേലിലെ പ്രവാചകന്മാർക്ക് തുല്യരാണെന്ന് നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഉലമാഉ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ, എന്റെ സമുദായത്തിലെ ആലിമീങ്ങൾ ബനൂ ഇസ്രായേലിലെ പ്രവാചകന്മാർക്ക് സമന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസാ നബി മരിച്ചുപോയ ആളുകളെ ജീവിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കാൻ കഴിയുമോ എന്ന് മഹാനായ ശംസുൽ ഉലമയോട് ചോദിച്ചപ്പോ ശംസുൽ ഉലമ പറഞ്ഞ മറുപടി, പാതിരി, മരിച്ചുപോയ മയ്യിത്തിനെ കൊണ്ടുവന്നാൽ ഞാൻ ജീവിപ്പിച്ചു തരാമെന്നല്ലേ. അന ഉഹയിൽ മൗതാ ബിഇദ്നില്ലാഹ്, മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുന്നത് അല്ലാഹുവാണ്. പക്ഷേ ശംസുൽ ഉലമ എങ്ങനെയാണത് പറഞ്ഞത്? ശംസുൽ ഉലമ പറഞ്ഞു, പുണ്യാത്മാക്കൾ മഹാന്മാരായ പ്രവാചകന്മാരുടെ മുൻകാലങ്ങളിൽ മരിച്ചുപോയ സലഫു സാലിഹീങ്ങളായ ഔലിയാക്കളുടെ ആത്മാക്കളുമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സമ്മതത്തോടെയാണ് മരിച്ചുപോയ ആളെ ഞാൻ ജീവിപ്പിക്കാൻ മയ്യിത്ത് കൊണ്ടുവരാൻ പറഞ്ഞത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയല്ല ഞാൻ പറയുന്നത്, ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയല്ല പറയുന്നത്. നമ്മുടെ കേരളക്കരയിൽ വെച്ച് നടന്ന അല്പം വർഷം മുമ്പ് നടന്ന സംഭവമാണ്. തള്ളിക്കളയുന്നവർ തള്ളിക്കളയാൻ വരട്ടെ, നിഷേധിക്കുന്നവർ നിഷേധിക്കട്ടെ. ശംസുൽ ഉലമ പറഞ്ഞു മയ്യിത്ത് കൊണ്ടുവരാൻ. പാതിരി തയ്യാറായില്ല. പാതിരി പേടിച്ചുപോയി. അവിടെ നിന്നാണ് ഇബ്രാഹിം മുണ്ടക്കൽ എന്ന് പറയുന്ന, ജോൺ മുണ്ടക്കൽ എന്ന് പറയുന്ന പാതിരി ഇബ്രാഹിം മുണ്ടക്കലായി മാറിയത്. ശംസുൽ ഉലമയുടെ നിന്ന് സംവാദം പഠിച്ചിട്ടാണ്, ശംസുൽ ഉലമയുമായി സംവാദം നടത്തിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾക്ക് പോറലേറ്റിട്ടില്ല, നമ്മുടെ വിശ്വാസങ്ങൾക്ക് ഭംഗമേറ്റിട്ടില്ല. ഇവിടെ ഒരാൾക്കും അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒരാൾക്കും സഹായിക്കാൻ കഴിയില്ല. അത് മക്കാമിൽ ചെന്നാലും ഖബർസ്ഥാനിൽ ചെന്നാലും ഔലിയാക്കളുടെ അടുത്ത് ചെന്നാലും മഹാന്മാരുടെ അടുത്ത് ചെന്നാലും അവരൊക്കെ സഹായിക്കുന്നത് അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മാത്രമാണ്, അള്ളാഹു മാത്രമേ ദൈവമുള്ളൂ, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന കാലത്തോളം നമ്മൾ ഒരിക്കലും മുശ്രിക്കീങ്ങളാവൂല. ശിർക്ക്, കൊട്ടക്കണക്കിന് ശിർക്ക്, ശിർക്കിന്റെ ആരോപണം ഉന്നയിക്കാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. തൊട്ടാലും ശിർക്ക്, എണീറ്റാലും ശിർക്ക്, ഇരുന്നാലും ശിർക്ക്, കൈ പൊക്കിയാലും ശിർക്ക്, കൈ താഴ്ത്തിയാലും ശിർക്ക്, ഹോൾസെയിലായി ശിർക്ക് കൊടുക്കാൻ ചില ആളുകളുണ്ട്. അവരോടാണ് ഇത് പറയുന്നത്. അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ആരാധിക്കുന്നില്ല. ഖിബ്ലയിലേക്ക് മുന്നിട്ട് സർവശക്തനായ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന കാലത്തോളം നമ്മൾ ഒരിക്കലും മുശ്രിക്കീങ്ങളാവൂല. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ.